ഹായ് നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു തംബ്ലൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എന്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വരുന്നതെന്ന്. ഞാനൊരു കറ തീർന്ന ഒരു വിശ്വാസിയാണ്, ഞാനൊരു സത്യവിശ്വാസി തന്നെയാണ്. കാരണം ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ അറിവ് വെച്ച് പല പണ്ഡിതന്മാർ പറയുന്ന പ്രസംഗം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കറിയാവുന്ന ചില മതപണ്ഡിതന്മാർക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു, ഈ പറയുന്ന മൂല്യാർ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യമാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പറയുന്നതിൽ സത്യമുണ്ടോ, ഇത് ഖുർആനിൽ പറഞ്ഞതാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവരെല്ലാം എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞ വ്യക്തി, അതായത് ഏതൊരു നൗഷാദ് എന്ന് പറയുന്ന ഒരു തലപ്പാക്കെട്ട് കെട്ടിയ ഒരു മൂല്യാരാണ് ഈ ഒരു മതപ്രസംഗം ഏതോ ഒരു വേദിയിൽ നടത്തിയിരിക്കുന്നത്. അപ്പം അവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി, ഇദ്ദേഹം പറയുന്നത് ശുദ്ധ അസംബന്ധവും ശുദ്ധ തോന്നിയാസവുമാണ് എന്നാണ് ഈ പണ്ഡിതന്മാരെല്ലാം എന്നോട് വിളിച്ച് പറഞ്ഞത്. എന്തായാലും JB ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്താണ് ഈ ഒരു വീഡിയോ വന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മുയിലിയാർ എന്ന് പറഞ്ഞ് സ്വയം ചമഞ്ഞ് നടക്കുന്ന ഈ തലപ്പാക്കെട്ട് കെട്ടി നടക്കുന്ന ഇതുപോലുള്ള പരമനാറികൾ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവനൊക്കെയാണ് ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശാപം. അല്ലെങ്കിൽ ഇവനെയൊക്കെ വിളിച്ചിരുത്തി മതപ്രസംഗം നടത്തുന്ന ഈ ഒരു സമുദായം എത്രത്തോളം അധംപതിച്ചു പോയി എന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ തോന്നും. നബിതങ്ങളെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തും. കാരണം നബിതങ്ങൾ വിവാഹം ചെയ്തിട്ടുള്ളത് ആ കാലഘട്ടങ്ങളിലെ സാഹചര്യങ്ങൾ അനുസരിച്ചും ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ പല സ്ത്രീകളെയും നബിതങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാതൃകാപരമായ രീതിയിലായിരുന്നു. പക്ഷേ ഇന്ന് ഈ പറയുന്ന മൂല്യാർ, അതായത് ഈ തെണ്ടിത്തരവും തെമ്മാടിത്തരവും പുലമ്പുന്ന ഈ മൂല്യാർ പറയുന്നതൊന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ഇത് ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കേണ്ടതാണ്. കാരണം ഇവിടെ ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ഒരു ജാമിയയെ പോലുള്ള കുറെ കൂതറ സ്ഥാനങ്ങൾ ഇസ്ലാം നാമധാരികളായിട്ട് ഇരുന്നു കൊണ്ട് ഇസ്ലാം മതത്തെയും മതവിശ്വാസങ്ങളെയും നബിയെയും അള്ളാഹുവിനെയും കുറിച്ചൊക്കെ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി അതിലൂടെ കാശുണ്ടാക്കി തിന്നു കൊഴുത്തിരിക്കുന്ന ചില പരമനാറികളെ കുറിച്ചിട്ട് നമുക്കറിയാം. അതിനെക്കാട്ടിലും ഒരു വൃത്തികെട്ട നാറിയായി പോയി ഈ നൗഷാദ് എന്ന് പറയുന്ന ഈ മൂല്യാർ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഊള ഈ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് കൃത്യമായ രീതിയിൽ JB ജംഗ്ഷന്റെ അദ്ദേഹവും മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ രണ്ട് വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിൽ അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നു കൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റില്ല. നമ്മൾ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആൾ വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോവും. എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടൽ പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. ത്വലാഖ് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നാവല ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയെടുത്താൽ തന്നെ എത്ര പറയാണ്ട്. എന്ത് തെമ്മാടിത്തരമൊക്കെയാണ് ഈ ഒസ്താദിന്റെ വേഷവും കെട്ടിട്ട് വന്നിട്ട് ഈ പരമ ഊള ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. വേറൊരു പുരുഷന്റെ ഭാര്യയും ഇവരും കൂടെ പോകുന്ന കണ്ട് നബിക്ക് ഇഷ്ടപ്പെട്ടാൽ അപ്പ നിർത്തിക്കോണം, തലാക്ക് ചെല്ലിക്കോണം, നബിക്ക് കെട്ടിച്ചു കൊടുത്തോണം. എന്ത് പോന്നിയാസം, എന്ത് പോക്കൃതരമാണ് ഇവനൊക്കെ ഇരുന്നുകൊണ്ട് ഈ പുലമ്പുന്നത്. നമ്മളൊക്കെ മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാര് ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രസംഗത്തിലും ഇല്ലാത്ത പുതിയ തരത്തിലുള്ള ഒരു സംഭവം എടുത്തുകൊണ്ടാണ് ഈ പരമ ഊള വന്നിട്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇവിടുത്തെ സംഘപരിവാറും കാസ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരു ആയുധമായിട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇവൻ. എന്താണെങ്കിലും ഇതിനെ കുറിച്ചിട്ട് വളരെ വിശദമായ രീതിയിൽ തന്നെ ഇവരെ വിമർശിച്ചുകൊണ്ട് യൂട്യൂബർ പറയുന്നതും കൂടെ നമുക്കൊന്ന് കേട്ടോ. കാരണം എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ഇയാൾ തന്നെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കേട്ടോ ആയിക്കോളൂ. വിവരദോഷവും അറിവുകേടും തൻ്റെ ഉള്ളിലുള്ള വിഭൂതികളോ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും എന്തെങ്കിലും തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും തോന്നിയാസങ്ങളും പ്രവാചകൻ്റെ മേൽ കെട്ടിവെച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ശരിയായ തെണ്ടികളിൽ ഒരാളാണ് നൗഷാദ് എന്ന തലേക്കെട്ടുകാരൻ. അതിൻ്റെ വ്യത്യസ്ത ഡിഗ്രിയിലുള്ള പലരുണ്ട്. പക്ഷേ ആ ഡിഗ്രിയിലെ വളരെ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒരാളാണ് നൗഷാദ് എന്ന് വിളിക്കുന്ന ഈ വേഷഭൂഷകൾ കൊണ്ട്
ഇസ്ലാമിൻ്റെയും മതത്തിൻ്റെയും എന്തൊക്കെയോ ആണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ശുദ്ധ വിവരദോഷിയും പരമദണ്ഡിയുമായ ഒരാൾ. നൗഷാദിനോട് പറയാനുള്ളത്, നീ മറ്റേതെങ്കിലും പണിക്ക് പോയി ജീവിക്കാൻ ശ്രമിക്കണം. ഒരു വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ പ്രവാചകനും ആ പ്രവാചകനെ പരിചയപ്പെടുത്തിയ പടച്ചതമ്പുരാനും ഒക്കെ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആനും അതിൻ്റെ രേഖകളടക്കമുള്ള പ്രമാണങ്ങളും ഇന്നും വളരെ സത്യസന്ധമായി ജീവിച്ചിരിപ്പുണ്ട്. ഉത്കൃഷ്ടമായ സ്വഭാവത്തിനേക്കാൾ ഉത്കൃഷ്ടമാണ് പ്രവാചകൻ്റെ സ്വഭാവമെന്ന് സാക്ഷ്യപ്പെടുത്തിയത് അള്ളാഹുവാണ്. എന്നാൽ നീ എവിടുന്നെങ്കിലും പാളക്കിതാബുകളിലെ 2 വരികൾ വേറെ അർത്ഥം വരുന്നത് വായിച്ച് അതിന് പ്രവാചകർക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ കണ്ടാൽ അപ്പം തന്നെ കൊടുക്കണം എന്ന് നീ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതൊരു സുന്നത്താക്കിയെടുത്ത് നാളകളിൽ നിനക്ക് ആവശ്യമുള്ളവരെയൊക്കെ നിൻ്റെ വീട്ടിൽ കൊണ്ട് തരണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് എന്ന് ഊഹിക്കാനുള്ള സാമാന്യ ബോധമൊക്കെ ഇന്ന് വിശ്വാസി സമൂഹത്തിനുണ്ട്. നിന്നെപ്പോലെയുള്ള പരമദണ്ഡികൾ വ്യാഖ്യാനിച്ചെഴുതിയ കുറച്ച് തെണ്ടിത്തരങ്ങൾ നിറഞ്ഞ രേഖകളും ഹദീസുകളും പ്രമാണങ്ങളുമാണ് പലപ്പോഴും ഈ മതത്തെ മോശമാക്കി ഉദ്ധരിക്കാൻ വേണ്ടി പലയിടങ്ങളിലും ഉപയോഗിക്കുന്നത്. നിൻ്റെ അതേ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ ഉള്ള ആൾ ഇന്നത്തെ ഈ മാധ്യമകാലത്ത്, ഈ തുറന്നു വായിക്കുന്ന കാലത്ത്, ഈ ചിന്തകളുള്ള കാലത്ത് പോലും നിന്നെപ്പോലെയുള്ളവന് പറയാൻ യാതൊരു നാണവുമില്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇതൊന്നും പറയുന്നതിന് ഒരു മടിയുമില്ല. അതുകൊണ്ട് നിൻ്റെ ആഗ്രഹപൂർത്തീകരണത്തിന് പറ്റിയത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പരിചയപ്പെടുത്തിയ ഏതെങ്കിലും സംസ്ഥാനത്തോ രാജ്യത്തോ പോയി അതുപോലെ ജീവിച്ച് നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം. അതിന് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല, ഇവിടെയും ആവാം. പക്ഷേ അതൊന്നും നീ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആരോപിച്ച് ആരെ നോക്കിയാലും അങ്ങ് കൊടുക്കണം, അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കണം, അവിടെ കൊടുത്തിട്ടേ പോകാവൂ എന്നൊക്കെ പറഞ്ഞാൽ നിൻ്റെ തെണ്ടിത്തരവും തെമ്മാടിത്തരവും വിവരദോഷവുമാണ് നൗഷാദേ എന്നുള്ളത് നീ മനസ്സിലാക്കണം. പിന്നെ നിന്നെപ്പോലെയുള്ള പരമകാളകളെയും പരമചെറ്റകളെയും ചുമക്കുന്ന ഈ സമുദായത്തിലെ കുറേ വായിനോക്കികളുണ്ട്. നിന്നെയൊക്കെ മുസ്ലിയാരെന്ന് അംഗീകരിച്ച് നിൻ്റെയൊക്കെ വേഷം കണ്ട് അതാണെന്ന് ധരിച്ച് നിന്നെയൊക്കെ കൊണ്ടു നടക്കുന്നവർ, അവരൊക്കെയും യഥാർത്ഥത്തിൽ നിനക്കൊക്കെ തീറ്റി തരികയും വണ്ടിക്കൂലി തരികയും മൈക്ക് തരികയും ചെയ്യുന്നതിനേക്കാൾ നാൽക്കാലികൾക്ക് ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ പുണ്യം കിട്ടുമെന്ന് തിരിച്ചറിയാത്ത വിവരദോഷികളാണ് എന്നതാണ് ഒരു സത്യം. യവന് കുടുംബമോ ബന്ധുക്കളോ ഭാര്യയോ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ തെണ്ടിയെ പറഞ്ഞ് തിരുത്താൻ തയ്യാറാവണം, അല്ലെങ്കിൽ ഏതെങ്കിലും മഹല്ല് കമ്മിറ്റിക്കാർ തിരുത്താൻ തയ്യാറാവണം. എന്താ പറയുക അല്ലേ? ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനൊരു വിശ്വാസി ആയതുകൊണ്ടും ഞാൻ പഠിക്കാത്ത കാര്യങ്ങളാണ് ഈ മൂല്യാർ ഇരുന്നുകൊണ്ട് പറഞ്ഞതുകൊണ്ടുമാണ് ഇങ്ങനെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത്. എന്തായാലും നിങ്ങളിൽപ്പെട്ട ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പല ആൾക്കാർക്കും ഒരു പക്ഷേ ചിലപ്പം എന്നെക്കാട്ടിലും അറിവുണ്ടാവും. അപ്പൊ നിങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു അറിവാണ് ഈ പണ്ഡിതൻ പകർന്ന് നൽകിയിട്ടുള്ളത് എന്നുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള ചില ഊളകളാണ് നമ്മുടെ ഈ സമുദായത്തെ നശിപ്പിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന സമുദായത്തെ വികൃതമാക്കാനും മറ്റ് മതസ്ഥരുടെയിൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് നിർത്താനും ഒക്കെ കാരണക്കാരാണ്. എന്തായാലും ഒരു ഹദീസിലും ഒരു ഖുർആനിലും നബി തങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണിച്ചതായിട്ട് എവിടെയും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പല ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പല പണ്ഡിതന്മാരെയും വിളിച്ച് ഞാൻ അന്വേഷിച്ചു. അവർക്ക് ഈ വീഡിയോ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശുദ്ധ അസംബന്ധവും ശുദ്ധ തോന്നിയാവസവുമാണ് ഈ തലപ്പാക്കെട്ട് കെട്ടിയ ഈ കൊണാണ്ടർ ഇരുന്നുകൊണ്ട് പറയുന്നത് എന്നാണ് അവരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എന്റർടൈൻമെന്റ്.